ഞാനിവിടെ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അത് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇച്ചിരി എടുത്ത് വന്നതിൻ്റെ വലിപ്പമുള്ളൊരു തക്കാളി, പിന്നെ ഒരു ബൗളിൽ 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സാധനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ എന്തരാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കാണുന്നവർ. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ സാധനം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അരപ്പ് ചേർത്ത് വേണമെങ്കിൽ ഇത് മൂപ്പിക്കാം. മുളക് പൊടിയും ഗരം മസാലയും ഉപ്പും ഒക്കെ ചേർത്ത് വേണമെങ്കിൽ ഇത് മൂപ്പിക്കാം. ഞാനിപ്പം ഇല്ലാതെ തന്നെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഇത് നമ്മൾ ആദ്യമേ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഗരം മസാലയും കൂടെ ചേർത്ത് പുരട്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ ഇച്ചിരി അരിപ്പൊടിയും കൂടെ ചേർക്കാം. കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ജോലി കഴിഞ്ഞിട്ട് ഇതിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ എണ്ണയിൽ നേരിട്ട് മൂപ്പിക്കുകയാണ്. മൂപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയൊന്ന് വറുത്തൊന്നും എടുക്കുകയല്ല, ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ആ എണ്ണ അവിടെ തന്നെ കിടക്കും. ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇത്രയും വാടിയാൽ മതി. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോഴത് ഞാൻ എണ്ണയിൽ നിന്ന് എല്ലാം കോരി എടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇരിക്കുകയാണ്. അതനുസരിച്ച് നമ്മൾ ഓരോ സാധനം പെട്ടെന്ന് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ബ്രൗൺ നിറമാവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് നമ്മൾ വഴറ്റി വെച്ചിരുന്ന സാധനം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനകത്ത് എണ്ണ കൂടുതലൊന്നും പിടിച്ചിട്ടില്ല, എന്നാലും ആ പിടിച്ച എണ്ണ ഇതിലേക്ക് ഇറങ്ങി വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആ മുളക് പൊടി എടുത്താണ് കുറച്ച് മല്ലിപ്പൊടി കൂടെ ഇടണം. ഇനി ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ നമ്മളെ മസാലകളെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ. 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരുന്നു. അതാണ് നമ്മളിത് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. ഇതിപ്പോൾ വരെ മീഡിയം ഫ്ലെയിമിലാണ് ഇരുന്നത്. നമ്മൾ പെട്ടെന്ന് ഇളക്കി തയ്യാറാക്കി എടുക്കാൻ കഴിവുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് 5-10 മിനിറ്റ് കൊണ്ട് ശരിയാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു തീയൽ റെഡിയായിരിക്കുകയാണ്. നല്ല സ്വാദിഷ്ടമായൊരു തീയൽ. എല്ലാവർക്കും തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഈ സാധനം എന്തരാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യണം. നമ്മൾ വെറുതെ തെങ്ങിൻ്റെ മുട്ടി വാരിക്കളയുന്ന ഈ സാധനം ഇത്രയും ടേസ്റ്റി ഉപയോഗമുള്ളതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു പ്രാവശ്യം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ സാധനം കളയത്തേ ഇല്ല.
ഇപ്പോൾ നമ്മൾ തീയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞ് ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് വെക്കാൻ വളരെ നല്ലൊരു സാധനമാണ്. ഇപ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കിക്കളയാം. ഉപ്പൊക്കെ കറക്റ്റ് തന്നെ, അടിപൊളി സാധനം. ഇവിടെ അടിപൊളി ഒരു തീയലാണ് ഞാൻ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. നമുക്ക് നല്ല ടേസ്റ്റി ആയൊരു സാധനമാണ് ഇത്. വെറുതെ തെങ്ങിൻ്റെ മുട്ടി വാരി കളയുന്ന ഇത്രയും ടേസ്റ്റിയാണെന്നും അറിഞ്ഞില്ല. ഇതെല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് സാധനം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.